ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാറ്റേൺ ആണ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആണ് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ പെയിൻറ്റിങ്സിലിട്ട് കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പിലൊക്കെ ഗ്യാപ്പ് ഓരോ സ്പേസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇത് പിരമിഡ് പോലെ പ്രിൻ്റ് ആയിട്ടുള്ള. അതിനർത്ഥം നമ്മൾ മുമ്പിൽ സ്പേസ് പ്രിൻ്റ് ചെയ്യേണ്ട കാര്യം കൊടുക്കണം. ഇവിടെ എത്ര സ്പേസ് ഉണ്ട്? 1 2 സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ 3 സ്പേസ്, ഇങ്ങനെ 3 സ്പേസ് ഉണ്ട്. ഇവിടെ 4 സ്പേസ് ഉണ്ട്. അതായത് 5ാമത്തെ റോയിലേക്ക് എത്തുമ്പോൾ 4 സ്പേസ്. n-i സ്പേസസ് കൊടുത്താൽ ആവില്ല. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സ്പേസിനുള്ള കോഡ് കൊടുക്കണം. ഓരോ റോയിൽ ഫസ്റ്റത്തെ റോയിൽ എത്ര സ്പേസാണ്? 0 സ്പേസാണ്. അതിനെങ്ങനെ കോഡ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫോർ ലൂപ്പ് നമുക്ക് ഇൻഡി ഐ വേണ്ടതിലും ജെ വേണ്ടതിലും വേണ്ടതിലും ഇൻഡിയിട്ട്, പിന്നെ ഫോർ ലൂപ്പ് ഐ എനിക്കിവിടെ 5 റോസ് പ്രിൻ്റ് ചെയ്യാനുണ്ട്. അതിലെ സ്ഥാനം എന്നെ കൂടി ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി എന്നും കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. NSN5 നമ്പർ ഓഫ് ലൈൻസ് 5 അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. അത് സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ വലിയ എസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ SSA1 തൊട്ടിട്ട് ഇവിടെ ഫസ്റ്റ് റോയിലെത്തുമ്പോൾ എത്ര സ്പേസ് പ്രിൻ്റ് ചെയ്യുന്നത്? 0 അല്ലേ. സെക്കൻഡ് റോയിലെത്തുമ്പോൾ 1. അപ്പോൾ ലെസ് താൻ കൊടുത്തിട്ട് ഐ കൊടുക്കുക, എന്നിട്ട് എസ് പ്ലസ് പ്ലസ് കൊടുക്കാം. കോഡ് വർക്കാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഫിവിഗേഷനിൽ നമുക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തിങ്ക് എത്ര പറയാനാകും. ഓക്കെ, ചിന്തിക്കുക, നമ്മൾ തന്നെ വിശ്വസിക്കുക. അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഈ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട, ഇവിടെ ഫസ്റ്റത്തെ റോയിൽ 5 നമ്പേഴ്സാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫോർ ലൂപ്പിൽ ജെ ഈക്വൽ ടു 1 തൊട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ കൊടുത്താൽ ശരിയാവുമോ? ഇല്ലല്ലോ. n-i കൊടുത്താൽ ശരിയാവുമോ? ഫസ്റ്റത്തെ റോയിൽ 4 നല്ല പ്രിൻ്റ് ആണ്, 5 അല്ലേ. അപ്പോൾ ജസ്റ്റ് +1 കൊടുക്കും. സെക്കൻഡ് റോയിലെത്തുമ്പോൾ 8 പോവും. 3 yes കോഡ് വർക്കാവും. റിലീസ്. ഇനി പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ കുറച്ച് ചിന്തിക്കാനുണ്ട്. ഞാൻ ഇതുവരെ കോഡ് അനലൈസ് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പം ജെ ഒക്കെ കൊടുത്താൽ കോഡ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 1 2 3 4 5 ആണ്, പക്ഷേ ഇവിടെ 2 4 ഇങ്ങനെ ഇൻറ്റു ചെയ്ത് പോകുന്ന. ഇവിടെ 3ൻ്റെ മൾട്ടിപ്പിൾ, ഇവിടെ 2ൻ്റെ മൾട്ടിപ്പിൾ, ഇവിടെ 1ൻ്റെ മൾട്ടിപ്പിൾ, ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ, ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നത്? ഇത് 1 ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഇവിടെ സെക്കൻഡ് റോ ഇൻറ്റു ഐ 2 4. ഇവിടെ ഐയും ജെയും ഇൻറ്റു ചെയ്താൽ എത്ര വരും? 2ഉം 1ഉം. 2ഉം 2ഉം 4 വരും. 2ഉം 3ഉം. അത് മനസ്സിലാകാത്തവർക്ക് ഞാൻ നോട്ട് പെയിൻറ്റിങ്സ് എന്നിട്ട് ആ ചിത്രവും കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇവിടെ എനിക്ക് ഇങ്ങനെ ലൈൻസ് വരാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ രണ്ടും അടുത്തടുത്ത് വരുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ട്. അതെനിക്ക് കോഡ് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വെച്ച പരിപാടിയാണ്. അതായത് ഇതിൻ്റെ സ്പേസ് ഒന്നും കറക്റ്റായിട്ടല്ല ഇവർ കൊടുത്തിട്ടുള്ളത്, അതിന് വേണ്ടി വെച്ചാൽ ഞാൻ ഗ്രിഡ് വരഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്പർ ഇടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്രിഡ് കൊടുക്കുക. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ അല്ല സെക്കൻഡ് കോളം, ഇനി ഇത് തേർഡ് കോളം,
ഇത് ഫോർത്ത് കോളം, ഇത് ഫിഫ്ത്ത് കോളം. ഈ റോയും കൂടി വരച്ചിട്ട് ഇത് ഫസ്റ്റ് റോ. ഓക്കെ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ. ഓക്കെ, ഇത് ഫിഫ്ത്ത് റോ. ഇവിടെ നമുക്ക് ഐയോ ജെയോ ഒന്നുമല്ല പ്രിൻ്റ് ആയിട്ടുള്ള. ഓക്കെ, ജെ എന്ന് വെച്ചാൽ സ്റ്റാർ കളർ അല്ലെങ്കിൽ ഇടിങ്ങിലുള്ള നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എണ്ണം. ഇനി നമുക്ക് എന്താ പറയുക, കാപ്പി കൊടുത്ത് ഇവിടെ ഇതാ 1 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഇത് ഫിഫ്ത്ത് കോളം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1 2 3 4 5 ഉണ്ട്, പക്ഷേ ഇവിടെ 2 3 4 5 6 8 അല്ല. ഇവിടെ ഇതാ ഇത് ഫസ്റ്റത്തെ കോളാണ്, അത് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്ന ഫസ്റ്റത്തെ കോളം, ഇത് സെക്കൻഡത്തെ കോളം, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അതായത് ഇത് ഇൻറ്റു ഇത് ചെയ്താൽ എത്രയാണ്? 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8. അതുപോലെ തന്നെ എഴുതി 1 2 3, 1 × 3 എത്രയാണ്? 3, 1 × 2 അല്ല 3 × 2 6, 3 × 3 9. ഇവിടെയും 1 2. അതായത് കോളത്തിനാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്ന ഇടിയല്ലേ ഉള്ളൂ, ഇപ്പോഴത്തെ സ്പേസ് പ്രിൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 × 2 എത്രയാണ്? 1 × 4 4, 2 × 4 8, 5 × 1 1. ഓക്കെ, ആ ഒരു വിധത്തിലാണ് കോഡ് പോകുന്നത്. ഇനി ആ ഒരു പരിപാടിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇൻറ്റു ഐ കൊടുത്താൽ മതിയായിരിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ പ്രിൻറ്റിന് ലൈനിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ഇനി ജസ്റ്റ് കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എവിടെ മിസ്റ്റേക്ക്? ഇവിടെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് എവിടെ ആയിട്ടായിരിക്കും? ഇവിടെ ഈക്വൽ ടു കൊടുത്തതായിരിക്കോ? അല്ല, നമ്പർ ഓഫ് ലൈൻസ്, ഇവിടെയാണ് ആ മിസ്റ്റേക്കുകൾ. ഓക്കെ, ആ കോഡ് കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? ഓക്കെ, യെസ്. -i+1 കൊടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ റോ എടുത്താൽ 5 എണ്ണം പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഐ കൊടുത്താൽ ഫസ്റ്റത്തെ റോ ആയത്, പക്ഷേ 1 പ്രിൻ്റ് ആവും. അപ്പോൾ ഇവിടെ 1 2 3 4 5 ആണ്. അതിന് വേണ്ടി ഞാൻ n കൊടുത്തു നോക്കി. n കൊടുത്താൽ എല്ലായിടത്തും 5 വെച്ച് ചെയ്തു, അത് പാടില്ല. അപ്പോൾ -i ചെയ്ത്, -i ചെയ്തപ്പോൾ എൻ്റെ ഈ കേസിൽ 4 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറം ഒന്ന് കൂട്ടി കൊടുത്ത്, അപ്പോൾ അത് കിട്ടി. പിന്നെ ഐ ഇൻറ്റു ചെയ്ത് നോക്കി, ഇവിടെ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് പോകുന്ന ഒരു സീക്വൻസാണ് വേണ്ടത്. അപ്പോൾ ഐ ഇൻറ്റു ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്, എല്ലാവർക്കും വേറെ വേറെ മെത്തേഡ് ഉണ്ടാകാം. ഇവിടെ ഞാൻ n എന്ന് പറഞ്ഞിട്ട് ഒരു 10 എന്ന് കൊടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് i+2 വെച്ച് ചെയ്ത് പോണ്ടിയിട്ട് ഒരു കണ്ടീഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെയിം ഐ തൊട്ടിട്ട് ഇവിടെ കാണില്ലേ 1 2 3 4 5 ഇങ്ങനെ 1 3 ഇങ്ങനെ ഒന്ന് കുറഞ്ഞു പറഞ്ഞിട്ടല്ല ഒന്ന്. ഇവിടെ ഞാൻ i+2 കൊടുത്തുകൊണ്ട് ഈ 1 ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ +2 ചെയ്യും, അപ്പോൾ 3 ആവും. ആ 3 തൊട്ടിട്ട് പ്രിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഞാൻ കൊടുത്തത്. പിന്നെ 5 തൊട്ടിട്ടല്ല വേണ്ട, വീണ്ടും ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യും, ഐ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഐ തൊട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി n കൊടുക്കുക.
n വരെ കൊടുത്താൽ കോഡ് വർക്കാവോ? വർക്കായിരിക്കും. ഡൗട്ട്. ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യണം എന്നാണ് ഡൗട്ട് അല്ലേ? ഒരു ഡൗട്ടും ചെയ്യും. ഓക്കെ, ആ ഒരു കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്നെ മാറ്റി ഒരു 15 ഇപ്പോൾ കൊടുത്താൽ എന്താവും നമുക്ക് നോക്കാം. എന്നെ മാറ്റി 15 ആക്കിയാൽ ഇതുപോലെ ഇരിക്കും. നമ്പർ ഓഫ് ലൈനൊക്കെ വലുതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ കറക്റ്റ് ആ ഒരു കേസിലൊക്കെ വർക്കായാൽ മതി. നമുക്ക് വേണ്ടതിൽ സെറ്റ് ചെയ്യാം. ഈ ടൈലങ്ങ് നടക്കുമെന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഫസ്റ്റ് I1 ആണ്. ഓക്കെ, 1 തൊട്ടിട്ട് n വരെ പ്രിൻ്റ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ കൊടുത്ത കണ്ടീഷൻ എന്താ? ij+2 ആണ്. അതായത് I തൊട്ടിട്ട് 1 തൊട്ട് തുടങ്ങി നോക്ക്. ഇവിടെ 1 പ്രിൻ്റ് ചെയ്തു. ഇവിടെ വരുമ്പോൾ ijൻ്റെ അകത്ത് 2 കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ 1 ഉള്ളത് 3 ആയി. ഓക്കെ, പിന്നെ ആ 3 പ്രിൻ്റ് ചെയ്ത് വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും 2 കൂട്ടി. ഇപ്പോൾ 5 പ്രിൻ്റായി. ഓക്കെ, പിന്നെ വീണ്ടും 2 കൂട്ടുന്നു 7 പ്രിൻ്റ് ആകുന്നു. വീണ്ടും 2 കൂട്ടുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, വീണ്ടും 9 പ്രിൻ്റ് ആകുന്നു. എന്നിട്ട് 2 കൂട്ടുന്നു 11 ആകുന്നു. ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നു. പ്രിൻ്റ് ന്യൂ ലൈൻ ഇരിക്കുന്നു. ഇവിടെ വരുന്നു I+2 എന്നുള്ളത്. അപ്പോൾ I+2 ചെയ്യുന്നു. അപ്പോൾ I3 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, 3 തൊട്ടിട്ട് n വരെ കണ്ടീഷൻ നോക്കൂ. പിന്നെ അതായത് ഈ 3 ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെന്ന് നോക്കൂ. എന്നിലുള്ള 10 അത് ട്രൂ ആയതുകൊണ്ട് ഉള്ളിൽ വരും. പിന്നെ I തൊട്ടിട്ട് അതായത് 3 തൊട്ടിട്ട് അതായത് ഇവിടെ ലാസ്റ്റ് Iയിൽ 3 അല്ലേ ഉള്ളത്. ആ 3 തൊട്ടിട്ട് n വരെ 2 പ്ലസ് ചെയ്തിട്ട് പ്രിൻ്റ് ആവും. വീണ്ടും ഇവിടെ വരുന്ന Iയിലുള്ളതിൻ്റെ അകത്ത് 2 കൂട്ടാൻ പറയുന്നു. അപ്പോൾ Iയിൽ ലാസ്റ്റ് ഉണ്ടായ 3, അതിൻ്റെ പരം 2 കൂട്ടിയ 5. ഈ ഒരു വിധത്തിലാണ് ഈ കോഡ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും ഈ ഒരു റോ പ്രിൻ്റ് ചെയ്യുന്നു. വീണ്ടും ഇവിടെ വരുന്ന I2 പ്ലസ് ചെയ്യുന്ന 7 ആകുന്നു. തിരിച്ച് ഇവിടെ ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്ന വീണ്ടും +2 ആണെന്ന് 9 ആകുന്നു. 9 ലെസ് ദാൻ 10 ഓർ ഈക്വൽ ടു 10 യെസ് ട്രൂ. വീണ്ടും ഇവിടെ വരുന്ന ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ആ കണ്ടീഷൻ ഫോൾസ് ആകുന്നു. ഇവിടത്തേക്ക് വരുന്ന ഇൻക്രിമെൻ്റ് ചെയ്യുന്നു 11 ലെസ് ദാൻ 10 അത് ഫോൾസ് അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റെന്ന് തിരിച്ച് റിട്ടേൺ 0 അടിച്ച് പോകും. ഈ ഒരു വിധത്തിലാണ് ഈ കോഡ് വർക്കാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോഡ്, അതായത് 1 2 3 ഇവിടെ 6 ആണ് എന്നുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ് 6. ഇവിടെ ഒരു മാറ്റം കണ്ട, ഇവിടെ 2 ഇവിടെ 3. അതായത് I വെച്ചിട്ടല്ല പോകുന്നത്, I+1 കൊടുക്കുക നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കൊടുത്താലും കോഡ് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ ലേക്ക് ഇഷ്ടപ്പെടാതെ അതെന്താ തെറ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടെ. ഇവിടെ നമുക്ക് 0 ഇൻറ്റു ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വേ ഉണ്ട്. ഇവിടെ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. I+1 വരെ പോകുന്നതാണ്. ഇഷ്ടം നോക്കി നമുക്ക് വേണ്ട കോഡ് കറക്റ്റായിട്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്, നല്ലൊരു ഐഡിയ അല്ലേ I+1 കൊടുത്തത്. ഇനി ഈ ഒരു ഐഡിയ അല്ലാണ്ട് വേറൊരു ഐഡിയയും കൂടി എൻ്റെ ഓർമ്മയിലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ 0 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ I+1 കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു ഈക്വൽ ടു കൊടുത്താൽ
കിട്ടുന്നതിൻ്റെ കാരണം യെസ് കോഡ് ഈസ് വർക്കിംഗ്. മനസ്സിലായില്ലേ? അത് 0 തൊട്ടിട്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ 1 വരെ 0 തൊട്ടിട്ട് 1 വരെ എണ്ണിയാൽ 0 1 2 എന്നുണ്ട്. അപ്പോൾ രണ്ട് വാല്യൂസ് ഐ ഇൻറ്റു ജെ ഇവിടെ ഇൻറ്റു ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഐ ഇൻറ്റു ജെ ഇൻറ്റു ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു കണ്ടീഷൻ വരാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ചെയ്തത്. ഐ ഇൻറ്റു ജെ. ഓക്കെ, 1 2. ഓക്കെ, പിന്നെ 1 2 3 വേണം. ഐ 2 ആകുമ്പോൾ 1 2 3 ചില 0 1 2 ഇപ്പോൾ 3 3 ആ വിധത്തിൽ പൊക്കോളും. ഈ രണ്ടിലേത് വേഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതെടുത്തോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഈവൻ നമ്പേഴ്സിനൊക്കെ സ്റ്റാർ ചെയ്ത് പോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റേണ്ട, ഇവിടെ ഞാൻ 0 തൊട്ടിട്ട് തുടങ്ങുന്നില്ല, 1 തൊട്ടിട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത്. ഓക്കെ, 1 തൊട്ടിട്ട് ഇവിടെ ഞാൻ ബോഡി കൊടുക്കുന്നുണ്ട്. ബോഡി കൊടുത്ത് എന്നിട്ട് ഈഫ് ചെക്ക് ചെയ്യുന്നത്, അതായത് ഐ അല്ല ഇവിടെ കോളാണ് ചെക്ക് ചെയ്യേണ്ടത്. കോളത്തിലാണ് സ്റ്റാർ വരുന്നത്. തേർഡ് ഇങ്ങനെ സെക്കൻഡ് റോയിലല്ലോ മാറ്റം വരുന്ന സ്റ്റാർ, ഇവിടെ ഇങ്ങനെ കോളത്തിലല്ല മാറ്റം വരുന്നത്. 1 2 3 4 അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ജെ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ജെ മോഡ് 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്കറിയുമോ? പെർസെൻറ്റേജ് ഡി കൊടുക്കുക, പെർസെൻറ്റേജ് ഡി കൊടുക്കുക. ഓക്കെ, സ്റ്റാറല്ല പ്രിൻ്റ് ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവൻ റോസ് ഇവൻ കോളത്തിലൊക്കെ വരുന്ന എന്താ സ്റ്റാർ. ഓക്കെ, ഇനി എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കമൻറ്റ് ചെയ്ത് എന്താ ചെയ്യണ്ടേ ഇപ്പോൾ? ഇവിടുത്തെ കുറച്ച് കണ്ടീഷൻ ഇവിടെ വെച്ചാൽ മതിയോ അല്ലേ? ഇവിടെ 3 2 5 ഇവിടുത്തെ കുറച്ച് കണ്ടീഷൻ അവിടെ വെച്ചാൽ മതിയോ? അതായത് അവിടെ ഇൻറ്റു ചെയ്ത് ഇൻറ്റു ചെയ്ത് പോകുന്നു ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, കറക്റ്റായിട്ട് കൂടെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. കറക്റ്റായിട്ട് വന്നെന്ന് തോന്നുന്നു. യെസ്, കോഡ് ഈസ് വർക്കിംഗ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ? ഇവിടെ ജെ മോഡ് കൊടുത്ത കാരണം ഇവിടെ സെക്കൻഡ് കോളത്തിലാണ്, ഇവിടെ ഈവൻ കോളത്തിലാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓഡ് റോസിലൊക്കെ ഒരു മൾട്ടിപ്പിൾ സാധനങ്ങളല്ല. അതായത് 1 2 3 ഇവിടെ 9 3 × 3 ഇവിടെ ഇതാ 3 × 4 ഇവിടെ 3 × 5 3 × 6 ഇവിടെ 5 × 6 കാണില്ല. ഐ ഇൻറ്റു ജെ ആയിട്ട് വേണം. അതാണ് ഈ ഒരു ട്രിക്ക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.